ശ്രീമതി മൃദുല ദേവി, ഇവിടെ ഇപ്പോൾ നേരത്തെ ചരിത്രപരമായി തന്നെ പോരാട്ടങ്ങളുടെ അല്ലെങ്കിൽ പ്രതിരോധത്തിന്റെ കാര്യം അങ്ങ് സൂചിപ്പിച്ചല്ലോ. നിറം പലയിടങ്ങളിൽ പ്രവർത്തിക്കാം. അതിപ്പോൾ ഈ കല്യാണത്തിലും അതുപോലെ തന്നെ സിനിമയിലും മാത്രമല്ല, അക്കാഡമിക്സിൽ, നമ്മുടെ മറ്റു വ്യവഹാരങ്ങളിലൊക്കെ പലപ്പോഴും ഈ സ്കിൻ കോംപ്ലക്ഷൻ പ്ലസോ മൈനസോ ഒക്കെ ആകാറുണ്ട്. വ്യക്തിപരമായി തന്നെ പലരും അനീതി നേരിടാറുമുണ്ട്. അപ്പോൾ ഇതൊക്കെ എത്രമാത്രം മാറുന്നുണ്ട്, സമൂഹത്തിന്റെ മനോഭാവത്തിൽ എത്രമാത്രം മാറ്റം വരുന്നുണ്ട്, എത്രമാത്രം പ്രോഗ്രസീവ് ആവുന്നുണ്ട് നമ്മൾ എന്ന നിലയിലൊരു അന്വേഷണം നടത്തിയാൽ എന്തായിരിക്കും അതിന് ഉത്തരം? അത് നമുക്ക് വളരെ കുറഞ്ഞ അളവിലാണെന്ന് പറയാൻ പറ്റും. അത് കുറഞ്ഞ അളവിലാകുന്നതിന് പേരിൽ ഇവിടുത്തെ പൊതുസമൂഹത്തിനല്ല വീഴ്ച സംഭവിച്ചിരിക്കുന്നത് എന്നുള്ളതും പറയാനുണ്ട്. അതായത് ഇപ്പോ ശാരദാ മാഡം തന്നെ പറഞ്ഞിരുന്നു, അവരുടെ മക്കളാണ് ഒരു എൻകറേജ്മെന്റ് നൽകിയത്. അതുപോലെ തന്നെ പുതിയ പിള്ളേരിൽ നേരിയ പ്രതീക്ഷ ഉണ്ടെന്നുള്ള കാര്യവും പറഞ്ഞു. അഭിലാഷ് ഒന്ന് ആലോചിച്ച് നോക്കണം, എങ്ങനെയാണ് ഇങ്ങനെ ഒരു മാറ്റം നമ്മുടെ പുതിയ സമൂഹത്തിനുണ്ടായത്. തീർച്ചയായിട്ടും നമ്മളൊക്കെ പഠിച്ച ഒരു കാലയളവിൽ ഇത്തരത്തിൽ തീർച്ചയായിട്ടും വളരെ വ്യക്തമായ രീതിയിൽ ഉണ്ടായിരുന്ന ഒരു ഡിസ്ക്രിമിനേഷനിൽ നിന്നും കുറച്ച് യൂത്ത് ഇപ്പം മാറി ചിന്തിച്ചത് എങ്ങനെയാണെന്ന് വെച്ചാൽ, മാർജിനലൈസ്ഡ് കമ്മ്യൂണിറ്റിയിൽ നിന്നുള്ള ആളുകളുടെ രചനകൾ നമ്മുടെ യൂണിവേഴ്സിറ്റി തലങ്ങളിലും ഒക്കെ എത്തിയപ്പോഴും അതേ ആ വിഭാഗത്തിൽ നിന്നുള്ള അധ്യാപകർ അവരുടെ രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട് വന്നപ്പോഴുമായിരുന്നു. അത് നെഗ്ലക്ട് ചെയ്തുകൊണ്ടാണ് നമ്മൾ പറയുന്നത്. പക്ഷെ ഞങ്ങളൊക്കെ പഠിക്കുമ്പോൾ ഇങ്ങനെയൊന്നും അല്ലായിരുന്നു. ആവു വിശപ്പില്ലേ, കച്ചിയ പലത, തുവള്ളിക്കുന്നൊക്കെ തേൻകുഴമ്പും എന്നൊക്കെയുള്ള സവർണ ഗന്ധഗോപുരങ്ങൾ ഇരുന്ന വായനകളായിരുന്നു നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. മറിച്ച് ഇന്ത്യയുടെ മറ്റൊരു രാഷ്ട്രീയത്തെ ഇവിടെ കൊണ്ടുവരികയും അധ്യാപകരും കുട്ടികളും തമ്മിൽ മറ്റൊരു ഇഴയെടുപ്പവും ഉണ്ടാവുകയും ചെയ്തു. അപ്പൊ അതിനനുസരിച്ച് പല വിഷയങ്ങൾ ഉണ്ടാകുന്നു. രാജ്യത്തകത്ത്, ഇന്ത്യക്കകത്ത്, അന്താരാഷ്ട്ര തലത്തിലൊക്കെ ഉണ്ടായ മാറ്റങ്ങളോട് പ്രതികരിക്കുന്ന ഒരു ഗ്ലോബൽ സമൂഹത്തെ സോഷ്യൽ മീഡിയയുടെ സ്വാധീനത്തോടെ നമുക്ക് സൃഷ്ടിച്ചെടുക്കാൻ സാധിച്ചു. എന്നാൽ അതിനോട് ഉപോത്ബലകമായി നമുക്ക് കിട്ടിയ റിസൾട്ട് ഇവിടെ നടത്തുവാനായിട്ട് നമുക്ക് സാധിച്ചിട്ടില്ല. കാര്യം ഈ കുഞ്ഞുങ്ങൾക്കോ അവരെ പഠിപ്പിച്ച അധ്യാപകരുടെ കയ്യിലോ പ്രിവിലേജോ പവറോ ഇല്ലായിരുന്നു. അത് വലിയൊരു ഘടകമാണ്. ഇപ്പൊ നമ്മൾ റീൽസ് എടുത്ത് നോക്കുക. ഈ റീൽസിൽ മിക്കപ്പോഴും ഉണ്ട്, ഒരുപാട് ഡെറിഗേറ്ററി ഒക്കെ വരുന്നുണ്ട്. അപ്പോഴും ഇതുപോലെ കുറച്ച് പ്രിവിലേജ് കുറഞ്ഞ മാർജിനലൈസ്ഡ് സമൂഹത്തിൽ നിന്നുള്ള കറുത്ത നിറമുള്ള ആൾക്കാർ, ജാതി താഴ്മ നിന്ന് മുദ്രകുത്തപ്പെട്ട മനുഷ്യരുടെയൊക്കെ ചാനലുകൾക്ക്, അവരുടെ റീൽസുകൾക്കൊക്കെ പൊതുസമൂഹം കൊടുത്തിട്ട് വലിയൊരു സപ്പോർട്ടുണ്ട്. അത് പോസിറ്റീവാണ്. ഇനി ഇതുപോലെ സത്യഭാമ എന്ന സത്യഭാമയ്ക്കെതിരെ ലോക മലയാളികളാണ് ആഞ്ഞടിച്ചത്. പക്ഷെ അത് ഏത് രീതിയിലാണ് കേരളം ഉപയോഗപ്പെടുത്തിയത്? ഉപയോഗപ്പെടുത്തിയില്ല. സത്യഭാമയുടെ കൂടെ നിൽക്കുവാനും അന്ന് കുറെ ആളുകൾ ഉണ്ടായിരുന്നു. അപ്പോ കിട്ടിയ ഒരു പോസിറ്റീവ് തോട്ടിനെ എടുത്ത് ഉപയോഗിക്കുവാനായിട്ട് നമുക്ക് സാധിച്ചില്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അമേരിക്കക്കകത്തൊക്കെ ഈ കറുത്ത വംശജരെ പ്രതിമകളാക്കി കൊണ്ടുള്ള അത്തരം പ്രതിമകൾ കൊണ്ടുവന്നതുപോലെ, അതുപോലെ അക്കൗണ്ടന്റുകളായിട്ട് ഫ്രണ്ട് ഡോർ ഓഫീസുകളിൽ കറുത്ത വംശജരെ അവർ കൊണ്ടിരുത്തി ജനങ്ങൾക്കിടയിലേക്ക് ഇത് ഇറക്കി വിട്ടുകൊടുത്തിരുന്നു. ഇപ്പൊ എന്റെ അടുത്തൊക്കെ പല ഈ ഇൻസ്റ്റഗ്രാമിൽ കൂടിയൊക്കെ ഈ ഗാർമെന്റ്സ് ബിസിനസ് നടത്തുന്നവർ വന്ന് എനിക്ക് ഇട്ട് തരും. മാഡത്തിനൊക്കെ കുറച്ച് ഫോളോവേഴ്സ് ഉള്ളതല്ലേ, അപ്പൊ മാഡമൊക്കെ ഇതുമായിട്ട് സഹകരിക്കാമോ എന്ന് ചോദിക്കും. എന്നിട്ട് ഇവർ ഇട്ട് തരുന്നത് മുഴുവനും നല്ല വെളുത്ത ആൾക്കാരുടെ ഫിഗറുകളാണ് ഇടുന്നത്. അപ്പൊ ഞാൻ അവരോട് ചോദിച്ചു, ഞാനൊരു കറുത്ത സ്ത്രീയാണ്, നിങ്ങളൊരു കറുത്ത മോഡലിനെ എനിക്ക് താ, അപ്പൊ ഞാൻ സംസാരിക്കാം, ഞാനിത് വാങ്ങാമെന്ന് പറഞ്ഞു. എനിക്ക് എന്റെ ജീവിതവും ഒരു പൊളിറ്റിക്സ് ആണ്. അപ്പൊ അവർ ഞങ്ങളോട് പറയുന്നു, മാഡം ഞങ്ങൾക്ക് കറുത്ത മോഡലുകളെ കിട്ടാനില്ല. ഞാൻ തന്നെ എനിക്കറിയാവുന്ന 2-3 പേരുടെ പടം ഇട്ടുകൊടുത്തു കഴിഞ്ഞ് അപ്പൊ അവർ പറഞ്ഞു അവർക്ക് അതിൽ ഇൻട്രസ്റ്റ് ഇല്ല എന്നാണ് അറിയിച്ചതെന്ന് പറഞ്ഞു. ഞാൻ അതിന്റെ തുടരന്വേഷണം നടത്തിയപ്പോ ഇവരുടെ കൂടെയുള്ള വെളുത്ത മോഡലുകൾക്ക് അവർ പൈസ കൊടുക്കുന്നു, കറുത്ത മോഡലുകൾ വെറുതെ വന്ന് അഭിനയിച്ചിട്ട് പൊക്കോട്ടെ എന്നാണ്. അപ്പൊ ഞാൻ പറഞ്ഞല്ലോ, ഇത്തരത്തിൽ നമ്മളൊരു പരിധി വരെയൊക്കെ ഈ വിഷയത്തെ അഡ്രസ് ചെയ്യുള്ളൂ. നമ്മൾ എപ്പോൾ ജെൻഡറിനെ പറ്റി സംസാരിക്കുന്നു, എപ്പോൾ ജാതിയെ പറ്റി സംസാരിക്കുന്നു, എപ്പോൾ റേഷ്യസത്തെ പറ്റി സംസാരിക്കുന്നു, ഇത് നിറമല്ല വിഷയം. നിറമെന്ന് പറഞ്ഞാൽ ഒരിക്കലും ചുരുക്കരുത്. കറുപ്പിന്റെ രാഷ്ട്രീയം എന്ന വാക്കേ പറയരുത്. ഇത് റേഷ്യസമാണ്. അതിനകത്ത് വംശീയതയും ജാതിയും കൂടെ ചേരുമ്പോൾ എത്ര ടോപ്പർ പൊസിഷൻ ഉള്ളൊരു ലേഡി ഉയർന്നു വരുമ്പോഴും അവരുടെ ആശയത്തെ ഹനിക്കുക തന്നെ ചെയ്യും. ഇപ്പോൾ തന്നെ സോഷ്യൽ മീഡിയ മറ്റൊരു തരത്തിലുള്ള ഒരു നറേറ്റീവ് കൊണ്ടുവരുന്നുണ്ട്. ഓക്കെ, നമുക്ക് പലതും പറഞ്ഞതിനകത്ത് മാറി നിൽക്കാം, പ്രിവിലേജിന്റെ അട്ടത്തിരിക്കുന്നു എന്നൊക്കെ നമ്മൾ പറയുന്നു. ഞാനിപ്പോൾ ചിന്തിക്കുന്നത്, ഒരു വ്യക്തി എപ്പോഴാണ് വർണ്ണവിവേചനത്തിനെ പറ്റി എപ്പോൾ സംസാരിക്കുന്നു അവരുടെ കൂടെ നിൽക്കുക, പ്രത്യേകിച്ച് അവർ ഒരു സ്ത്രീ ആകുമ്പോൾ വിവേചനത്തിന് വ്യത്യസ്ത അടരുകളുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അവർ കമ്മിങ് ഔട്ട് ചെയ്യുമ്പോൾ, മുഴുവൻ കമ്മിങ് ഔട്ട് ചെയ്യാൻ ഒരു സ്ത്രീക്ക് സാധിക്കില്ല. അത് എത്ര പ്രിവിലേജ് ആയിട്ടുള്ള ആളാണെങ്കിലും പ്രിവിലേജ് കുറവുള്ള ആൾക്കാർക്ക് അതിൻ്റെതായ രീതിയിൽ ബുദ്ധിമുട്ടുണ്ട് തീർച്ചയായും. പക്ഷെ അപ്പോഴും ഇതിനകത്ത് മറ്റ് അഴകളവുകളോ അല്ലെങ്കിൽ അതിലെ സ്കെയിൽ അല്ല നോക്കേണ്ടത്. അവർക്കൊപ്പം നിൽക്കുക എന്നൊരു ഉത്തരവാദിത്വമാണ്. പക്ഷെ പല ഫെമിനിസ്റ്റുകളും ഇതിനകത്ത് പല രീതിയിൽ പെരുമാറുന്നുണ്ട്. കാരണം നേരത്തെ പറഞ്ഞതുള്ള ഒരു വ്യക്തിക്ക് വേണ്ടിയുള്ള ഒരു
ഒരു അജിറ്റേഷൻ അല്ല, ഇത് ഒരു വ്യക്തിക്ക് വേണ്ടിയല്ല. ഒരുപാട് മനുഷ്യർ ചവിട്ടാഴങ്ങളിൽ ചതുപ്പുകളിൽ വീണ് പോയ ഒരു വിഷയമാണിത്. ഒരുപാട് പേർ മരിച്ചു. ജാതിയുടെയും മതത്തിന്റെയും നിറത്തിന്റെയും വംശത്തിന്റെയും പറഞ്ഞതിന്റെയും പറയാത്തതിന്റെയും മിണ്ടാനോ പറ്റാത്തതിന്റെ പേരിൽ ചവിട്ടി അരയ്ക്കപ്പെട്ട ഈ വിഷയത്തിൽ അവർക്കൊപ്പം ആവുക എന്നുള്ളതാണ്. ഞാനിപ്പോൾ അവരുടെ പാർട്ടി നോക്കുന്നില്ല, അവരുടെ ഏത് ഇതിലാണ്, ഏത് പൊസിഷനിൽ അവർ എത്തിയെന്നുള്ളതാണ്. ഏത് പൊസിഷനിൽ എത്തിയാലും സ്ത്രീ എന്ന സ്ത്രീയാണ്, നിറം എന്ന നിറമാണ്. ആ നിറത്തിനകത്ത് കറുപ്പ്, പച്ച പോലെ, മഞ്ഞ പോലെ, നീല പോലെ ഒരു നിറമല്ല എന്നും, പ്രത്യേകിച്ച് അതിനകത്ത് ഒരു സ്ത്രീയാകുമ്പോൾ കൂടുതൽ വൾണറബിലിറ്റി നേരിടേണ്ടി വരുമെന്നും, പുരുഷ സമൂഹങ്ങളാണ് കൂടുതൽ എന്നുണ്ടെങ്കിൽ അവർക്ക് ഓപ്പൺ അപ്പ് ആകുവാൻ ബുദ്ധിമുട്ടുണ്ടെന്നുള്ളതും അവർ വ്യക്തമാക്കി. ഇനി അതിനെ ആഴത്തിൽ പഠിക്കുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും അതിനകത്ത് ജാതിയെ കൂടി അഡ്രസ് ചെയ്യണം. ഞാൻ നേരത്തെ സണ്ണിച്ചാൻ ഞാനും നേരത്തെ പറഞ്ഞ ഒരു കാര്യം എടുത്തു പറയുന്നു. മാറ്റങ്ങൾ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ പൊതുസമൂഹത്തിന് മാറ്റമുണ്ട്. ആ മാറ്റങ്ങൾ നമ്മൾ എല്ലാ ഇടങ്ങളിലും എത്തിക്കണം. ഇപ്പോൾ നമ്മളിപ്പോ നമ്മൾ ഏത് സ്ഥാപനത്തിൽ ഇരുന്നാണ് സംസാരിക്കുന്നത്, അവിടെ 8 മണിക്കത്തെ ചർച്ചയ്ക്ക് കറുത്ത മുഖങ്ങൾ കടന്നു വരണം. മാർജിനലൈസ്ഡ് സമൂഹത്തിൽ നിന്നുള്ളവരും അവിടെ എത്തണം, ക്യൂർ സമൂഹങ്ങൾ എത്തണം, എല്ലാ മനുഷ്യരും അവിടെ എത്തണം, കാണണം. അതുപോലെ മോഡലുകൾ ഇവിടെ ഉണ്ടാകണം. എല്ലാ സ്ഥലത്തും പ്രൈവറ്റ് സെക്ടർ കംപ്ലീറ്റ് രാഷ്ട്രത്തിന്റെയും വംശീയതയുടെയും അധീനതയിലാണ്. പബ്ലിക് സെക്ടറിലേക്ക് PSC ഉള്ളതുകൊണ്ട് കടന്നു വരാൻ പറ്റുന്നുണ്ട്. പക്ഷെ അങ്ങനെ കടന്നു വരുമ്പോൾ ഇതുപോലുള്ള അവഗണന ഉണ്ടാകുന്നുമുണ്ട്. അപ്പോ ഈ മാറ്റങ്ങളെ യൂസ് ചെയ്യുവാനായിട്ട് സർക്കാർ സംവിധാനങ്ങൾ ഉപയോഗിക്കണം. കാരണം നിയമം ജെൻഡറിന്റെ കാര്യത്തിലും ജാതിയുടെ കാര്യത്തിലും നമ്മൾ നിയമം പാലിക്കില്ല. മാസ്ക് വെക്കണമെന്ന് പറഞ്ഞു, നമ്മൾ അനുസരിച്ചു. പക്ഷെ ഈ വിഷയത്തിൽ എന്തുകൊണ്ടാണ് നമ്മൾ സൊസൈറ്റൽ ചേഞ്ച് ആണ് ആവശ്യം. ആ പോയിന്റിനോട് യോജിക്കുന്ന ഒരു